ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം, അതുകൊണ്ട് പറഞ്ഞു കൂടുതൽ ബോറാക്കുന്നില്ല കേട്ടോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശും കൂടെ അനിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക്. ഏതായാലും ലോക്കപ്പിലൊന്നും നമ്മുടെ നന്ദു വിട്ടില്ല. അവിടെ ഒരു ചെറിയ ബെഞ്ച് ഉണ്ടായിരുന്നു, അവിടെ ഇരുത്തിയേക്കായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന ഉടനെ തന്നെ ഇവരെ കണ്ടതും നമ്മുടെ അനി എണീറ്റു. അനിയാണെങ്കിൽ ഒരു ലക്കുമില്ല, ഒരു വെളിവും ഇല്ലാതെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ അനിയെ കണ്ടതും ആദർശ്, എടാ എന്താടാ നീ കാണിക്കുന്നത്, നിനക്ക് നാണം ഉണ്ടോടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അതെന്താ ഏട്ടൻ അങ്ങനെ എന്നോട് ചോദിച്ചത്, എനിക്ക് നാണം ഉണ്ടോന്ന്? ഞാനിവിടെ തുണിയൊക്കെ ഉടുത്തോണ്ടാണല്ലോ നിൽക്കുന്നത്. അതെ, തുണി ഉടുത്താൽ മാത്രം നാണം വരണമെന്നുണ്ടോ? എടാ, നീ അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശന് പേരുദോഷം ഉണ്ടാക്കിക്കാനാണോ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? നീ ഓർത്തോണം, നീ ഒരു ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. നീ അത് മറന്നിട്ടാണ് നീ ഇപ്പൊ ഓരോ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിനക്കറിയാമോ? വിവാഹം കഴിഞ്ഞൊരു ചെറുപ്പക്കാരനൊക്കെയാണ്. വിവാഹം കഴിഞ്ഞു എന്ന് പറയാനല്ലേ പറ്റത്തുള്ളൂ. എന്റെ ഏട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഞാന് നന്ദുവിനെ കുറെ തവണ വിളിച്ചു, അവളോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുപോലെ തന്നെ അവളെ കുറെ കാണാനും ശ്രമിക്കുന്നുണ്ട്. അവൾ എന്ത് ചെയ്താല് എന്നെ കാണാനും കൂട്ടാക്കുന്നില്ല. നിങ്ങളൊക്കെ തന്നെയല്ലേ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാ ഞാനിപ്പം ഇങ്ങനെയൊക്കെ ചെയ്തത്. എടാ, അതാ പറഞ്ഞത്, നിനക്കൊരു അന്തസ്സില്ലടാ, നിനക്കൊരു വിലയില്ലടാ. നിന്നെ ഞാൻ 3 ജ്വല്ലറിയുടെ ബ്രാഞ്ച് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് നോക്കി നടത്താനാണ്. അതൊന്നും നോക്കി നടത്താതെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് വേറെ ആര് നോക്കും? അത് പിന്നെ എനിക്ക് ബ്രാഞ്ച് വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റാക്കി തരാൻ പറ്റുമെങ്കിൽ ഒന്ന് സെറ്റാക്കിത്താ. പിന്നെ അനാമിക എന്ന് പറയുന്ന വിഷവിത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? അനാമികയുടെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് വീണ്ടും വീണ്ടും ആ പടുകുഴിയിലേക്ക് എന്നെ തള്ളിവിടാൻ എന്തിനാ മുത്തശ്ശനും ആദർശേട്ടനും നയനയെടുത്തേക്ക് നോക്കുന്നത്? പിന്നെ നിങ്ങള് പണ്ട് വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു വിചാരമുണ്ട്, വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുന്ന ഞാനും അനാമികയും പിന്നെ ഒരു ദിവസം ഒന്നിക്കുന്ന. അങ്ങനെ ഒന്നിക്കാൻ യാതൊരു വഴിയുമില്ല. അതിനും കാരണമുണ്ട്. ഞാനും അനാമികയും ഒന്നിക്കണമെങ്കിലേ നയനേടത്തിയുടെ സ്വഭാവമല്ല അനാമികയ്ക്കുള്ളത്. അവളിപ്പം നടക്കുന്നത് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വെറുപ്പാ. അല്ല, ഈ പറയുന്ന നിനക്ക് എന്ത് യോഗ്യതയുണ്ട് നടക്കുന്നതും എടുക്കുന്നതും ഒക്കെ ആയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്? അതെ, എനിക്ക് യോഗ്യതയുണ്ട്. ഞാൻ നന്ദുവിന്റെ പുറകെ നടക്കുന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊരു റിലേഷൻഷിപ്പ് ഇല്ലല്ലോ. പക്ഷെ അവക്ക് അങ്ങനെയല്ല. ഒരുത്തനുണ്ട് അവക്ക്, ഒരു കാമുകൻ. അവന്റെ പുറകെയാണ് പോകുന്നത്. അത് പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നതുവാ. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിഷയം വഷളാക്കാൻ എനിക്ക് തീരെ ചാൻസ് ഇല്ല. അതുകൊണ്ടേ എന്നെ ഇവിടെ ലോക്കപ്പിൽ പിടിച്ചിട്ടേക്കാം. നിങ്ങൾ നേരെ ഒരു കാര്യം ചെയ്യോ, വിട്ടുവെക്കോ. ഏതായാലും ഞാൻ ഇന്നിവിടെ നന്ദുവിന്റെ കൂടെ നിന്നോളാം. നന്ദു എനിക്ക് കൂട്ട് നിന്നോളൂ. പിന്നെ SI അല്ലേ കൂട്ട് നിൽക്കുന്നത്? ആദർശേ നല്ല അനി, മര്യാദയ്ക്ക് വണ്ടി കയറിക്കേ എന്ന് ആദർശ് പറയാണ്. അപ്പൊ നയന പറഞ്ഞു, മോനെ അനി, നിന്നോട് ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെയാടാ സംസാരിക്കുന്നത്? വണ്ടി വന്ന് കയറടാ, നമുക്ക് എന്തിനൊരു പരിഹാരം ഉണ്ടാക്കാലോ. നമുക്ക് അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. മാത്രമല്ല, അനാമികയുടെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വരുന്നുണ്ടല്ലോ. ഇനിയും മുന്നോട്ടേക്ക് നമുക്ക് അനാമികയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാം. അവളും ഒരു കൊച്ചല്ലേ. നയനേടത്തി വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. എന്ത് കൊച്ച് അവള് കൊച്ചായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൾ ഇത്രയ്ക്ക് വലിയ കൊച്ചാന്നാ പറഞ്ഞത്? അവള് കൊച്ചേയല്ല, അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു കൊച്ചു വന്നേക്കുന്നു. അവളുണ്ടല്ലോ മനഃപൂർവ്വം എന്റെ ജീവിതത്തിൽ കടന്നു കയറിയതാ, എന്നെ കാർന്ന് തിന്നാനായിട്ട്. എന്നെ കാർന്ന് തിന്നിട്ടും അവൾക്ക് മതിയായിട്ടില്ല. അവള് നാഴിക്ക് 40 വട്ടവും പറയും അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. ഇറങ്ങിപ്പോയാൽ ആ സ്ഥാനത്ത് നന്ദു വരുന്നു, അതുകൊണ്ട് ഒരിക്കലും ഇറങ്ങി പോവില്ല എന്ന് പറഞ്ഞ് എന്നോട് ഒരുപാട് തവണ തർക്കിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി ആ ഒരു ജീവിതം വേണ്ട. എനിക്ക് ആ ഒരു ജീവിതമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ യാതൊരു താല്പര്യവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോകുന്ന കേട്ടോ. ഏതായാലും അനി ഇവരുടെ കൂടെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഏതായാലും അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്നത് 3-4 കാലിലാണല്ലോ. അപ്പൊ അവിടെ ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കൂലോ. അങ്ങനെ അനന്തപുരി തറവാട്ടില് നമ്മുടെ നയനയും ആദർശും കൂടി അനിയുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ അനിയുമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ
ദേവയാനിയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. മുത്തച്ഛനും മുത്തശ്ശിയും കണ്ടില്ല, അവരെ മാത്രം അറിയിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതെന്താ പാതിരാത്രി നിങ്ങൾ ഇറങ്ങിപ്പോയത് നയനയും ആദർശനോട് ചോദിക്കുകയാണ് ദേവയാനി. എന്താണ് നിങ്ങൾ രാത്രി ഇറങ്ങിപ്പോയതെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോയത് എന്തിനാണെന്ന് വണ്ടിക്കകത്ത് നോക്ക്, ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം 4 കാലയിലാണ് കേട്ടോ നമ്മുടെ അനി വരുന്നത്. അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ദേവയാനിയോ അല്ലെങ്കിൽ പിന്നെ അജയനോ ജയനോ ഒന്നും കണ്ടിട്ടില്ല. അനി 4 കാലയിലാണ് വരുന്നത്. അങ്ങനെ 4 കാലേ വരുന്ന അനിയെ കണ്ടതും ഇതെന്താടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇവനോരോ കുരുത്തക്കേട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനൊരു സമാധാനമുണ്ടോ? ഇവനെ നന്ദുവിൻ്റെ മുമ്പിൽ ചെന്ന് ചാടിയേക്കാം മനഃപൂർവ്വം മദ്യപിച്ചിട്ട്. എന്നിട്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കണോ? വേറൊന്നുമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. നന്ദു വേറൊന്നും നോക്കിയില്ല, എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നെ നന്ദു പരമാവധി ഒഴിവാക്കി വിടാൻ നോക്കിയതാ അമ്മേ. എന്നിട്ടും ഇവന് പോലീസ് സ്റ്റേഷനിൽ പോകണോ അത്രേ. അതുകൊണ്ട് ഇവനെ നിർബന്ധിച്ച് ഊതിപ്പിക്കണമെന്ന്. അങ്ങനെ ഇവൻ പറഞ്ഞത് അനുസരിച്ച് അവർ നിർബന്ധിച്ച് ഊതിച്ചു. ഇവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നേരെ അടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതാ ഉണ്ടായത്. അവിടെ ചെന്ന് നന്ദു കുറെ ഉപദേശമൊക്കെ ഉപദേശിച്ചു. എത്ര ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ ഇവനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ചെന്നിട്ട്, എന്ത് വൃത്തികേടാടാ നീ കാണിക്കുന്നത്? ഈ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയാണോ നീ തുടങ്ങുന്നത്? എന്തിനാ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? എനിക്ക് കലി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ നിന്നെ എൻ്റെ മോനെ പോലെ അല്ലേടാ, ആദർശിനേക്കാൾ കൂടുതൽ ഞാനല്ലേടാ നിന്നെ എടുത്തോണ്ട് നടന്ന് നിന്നെ വളർത്തി ഇത്രയും വലുതാക്കിയത്. എന്നിട്ട് നീ എന്താടാ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. മിണ്ടാതെ അകത്ത് കയറി പൊക്കോളാൻ പറഞ്ഞു. കാരണം അവിടെ ഒത്തിരി നേരം നിന്ന് ശബ്ദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും അറിയും, പ്രശ്നമാവൂലേ. അപ്പം അതുകൊണ്ട് തന്നെ മിണ്ടാതെ കയറി അകത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ മിണ്ടാതെ അകത്ത് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി നയനയുടെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്നിട്ട് പറയുക, മോളെ നീ ഒരു കാര്യം ചെയ്യണം. നന്ദുവിന് ഉപദേശം കൊടുക്കുന്നതൊന്നും നീ ഓർക്കരുത്. ഒരു കാരണവശാലും ഒരിക്കലും രണ്ടുപേരും ഒന്നിക്കാൻ പാടില്ല. അതിനുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ തകരാൻ പോകുന്നത് 2 കുടുംബങ്ങളായിരിക്കും. പിന്നെ അച്ഛൻ്റെ കാര്യം അറിയാലോ, അച്ഛനാകെ സങ്കടത്തിലാണ്. ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വല്ലാത്ത പ്രശ്നത്തിലാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അവർ തമ്മിലുള്ള ഒന്നിക്കുവാനുള്ള ഒരു മാർഗവും നമ്മൾ തുറന്നു കൊടുക്കാൻ പാടില്ല. ഇല്ലമ്മേ, ഒരിക്കലും നന്ദു ആ വഴിക്ക് പോകില്ല. നന്ദു ഇവനെ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുമ്പോഴും അല്ലാതെയും ഒക്കെ കാണാതെയും മറിഞ്ഞും ഒളിഞ്ഞും ഒക്കെയാണ് നടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവനെ കൊണ്ട് വേറെ നിർവാഹം ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തൂക്കിയെടുത്തുകൊണ്ട് പോയത്. അതും അവൾ ചെയ്യില്ലായിരുന്നു. പക്ഷെ അവിടെ കൂടത്ത് നിന്ന പോലീസുകാരൊക്കെ ഓർക്കില്ലേ, പരിചയമുള്ളത് കൊണ്ട് വിട്ടയക്കുന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് തൂക്കിയെടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ പറയുകയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ദേവയാനിക്ക് വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ നമ്മുടെ ആദർശം പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഏതായാലും നന്ദു നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവന്റെ കാര്യത്തിലാണ് പ്രശ്നം. ഇവൻ നേരെയാകണമെങ്കിൽ ആദ്യം ഇവന്റെ കെട്ടിയോള് നേരെയാകണമല്ലോ. അങ്ങനെ കെട്ടിയോള് നേരെയായാൽ മാത്രമല്ലേ ഇവൻ നേരെയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതുമൊക്കെ പറയുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അനി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അനാമിക ഈ പ്രശ്നമൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മഹാവിഷയം തന്നെയാണ്. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷം കേട്ടോ നാളെ വരാൻ പോകുന്നത്. ഞാൻ ഒത്തിരി നീട്ടി കുറുക്കി ബോറാക്കുന്നില്ല. നാളെ രാവിലെ വിശേഷവുമായിട്ട് വരാം. അപ്പം എല്ലാവരും മറക്കാതെ കാണണേ. നാളെ രാവിലെ തന്നെ ഞാൻ ഒരു 7:30 കൂടി ഫുൾ വിശേഷം ഇടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ ഇന്നും റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട്. നാളത്തെ കഥയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും ഇനി കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പം പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ലൈക്ക് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടതാണ്. അപ്പം ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോകാതിരിക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട്, ഒരു ലൈക്ക് ഒരാൾക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ, ഒരു ലൈക്കെങ്കിലും അടിച്ചിട്ട് പോവുക. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈപ്പ് എങ്ങാണ്ട് ആഴ്ചയിൽ 3 തവണ എങ്ങാണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതായാലും ആദ്യമായിട്ട് ഹൈപ്പൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.